പലപ്പോഴും അത് ബ്രേക്ക് ചെയ്തിട്ടൊക്കെ വേറെ സിനിമകൾ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നിവിൻ പോളി മൂത്തവൻ ചെയ്തിട്ടുണ്ട്, ഭയങ്കര ഗ്രൗണ്ട് ബ്രേക്കിംഗ് ആയിട്ടുള്ളത്. ഷെയ്ൻ ആരും പറയാതെ തന്നെ RDX പോലെ ഈ ആക്ഷൻ സിനിമകളിലേക്കൊക്കെ മാറിയിട്ടുണ്ട്. അപ്പോൾ ഈ കംപ്ലീറ്റ്ലി വേറൊരു ജോണറിൽ ഒരു ആക്ഷൻ സിനിമയോ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഹൈ ഇന്റൻസ് ആയിട്ടുള്ള ഒരു സിനിമയൊക്കെ കുരുതിയിലായിട്ട് ഷെയ്ഡ്സ് കണ്ടിട്ടുണ്ട്. അങ്ങനെ മൊത്തത്തിൽ മാറുന്ന റോളുകൾ വരുന്നുണ്ടോ? അങ്ങനെ മനസ്സിൽ പ്ലാൻ ഉണ്ടോ? ഹലോ, എനിക്കും ഈ കൈൻഡ് ഓഫ് റോളുകൾ മാത്രം ചെയ്തു പോകണം എന്നുള്ളൊരു വാശിയോ അല്ലെങ്കിൽ അങ്ങനെ മനസ്സിൽ അങ്ങനെ ഒന്നുമില്ല. എനിക്കും ഇതേപോലെ നല്ല കഥാപാത്രങ്ങൾ വരികയാണ്, അത് എനിക്കും അതിലെന്തെങ്കിലും ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള സബ്ജക്റ്റുകൾ വരികയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ ഇനി വരുന്ന സബ്ജക്റ്റുകളാണെങ്കിലും കുറച്ചും കൂടി ഡിഫറെൻ്റ് ആയിട്ടുള്ളതാണ് ക്യാരക്ടേഴ്സ് ഇതുവരെ ചെയ്തതിൽ നിന്നും. അപ്പോൾ ഞാനും വെയിറ്റിംഗ് ആണ് അതിന് വേണ്ടിയിട്ട്. ചെയ്ത കഥാപാത്രം നോക്കുകയാണെങ്കിൽ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന നമ്മളെവിടെയും കണ്ടിട്ടുള്ള കഥാപാത്രങ്ങൾക്ക്, പക്ഷേ ശരിക്കും നെസ്ലിനെ കാണുമ്പോൾ ഭയങ്കര സീരിയസ് ആയിട്ട് നല്ല ഭയങ്കര ഓവർ മെച്ചുവേർഡ് ആയിട്ട് തോന്നുന്നത്. അപ്പൊ മെച്യൂരിറ്റി ഒന്നുമല്ല, പേടിച്ചിട്ടാണ് ഇരിക്കുന്നത്. തോക്ക് വെച്ചേക്കുന്ന പോലെയല്ല ഇങ്ങനെ വന്നിരിക്കുമ്പോൾ. ഇന്റർവ്യൂസ് ഒക്കെ ആണെങ്കിലും തക്കൊക്കെ പറഞ്ഞു അങ്ങനെ ആയിട്ട് നിൽക്കുന്ന അങ്ങനെ ഒരാളായിട്ട് ഇപ്പോഴും ഫീൽ ചെയ്യുന്നത്. അപ്പൊ സോഷ്യൽ മീഡിയയിലായാലും അങ്ങനെ ഭയങ്കര സീരിയസ് ആയിട്ട് നിൽക്കുന്ന ഒരാളായിട്ട് ഫീൽ ചെയ്യാറുണ്ട്. ശരിക്കും അങ്ങനെ ആണോ? ഇന്റർവ്യൂസ് ഒക്കെ ആയിട്ടും ഞാൻ ഇങ്ങനെ മറുപടി പറയത്തുള്ളൂ അങ്ങനെ ഒരു ഇതുപോലെ അല്ല. ഇതിപ്പോ പടത്തിൽ അത് ചെയ്യുന്നത് ആ ക്യാരക്ടർ അങ്ങനെ ആയതുകൊണ്ടാണ്, ആ സിറ്റുവേഷനിൽ അങ്ങനെ ബിഹേവ് ചെയ്യുന്നത്. ഇപ്പൊ ഗിരീഷ് ചേട്ടന്റെ പടങ്ങളിലാണെങ്കിലും ഈ സിനിമയിലാണെങ്കിലും ആ ക്യാരക്ടറാണ് അത് അവിടെ ബിഹേവ് ചെയ്യുന്നത്. അപ്പം ഞാൻ റിയൽ ലൈഫിൽ ഇങ്ങനെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പേടിച്ചിരിക്കുകയാണ്. ഇങ്ങനെയാണ് പൊതുവെ.